ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഫാത്തിമ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ഗ് ബിരിയാണി ആയിട്ടാണ്. സിമ്പിളായിട്ടുള്ള എഗ്ഗ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ആളനുസരിച്ച് മുട്ട വേവിക്കാൻ വെക്കാം. അതിനുശേഷം 3 ഉള്ളിയും 2 തക്കാളിയും വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി വരുമ്പോഴേക്കും ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളിയും പേസ്റ്റാക്കിയിട്ടിടുക. അതിനുശേഷം നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഗരം മസാല ഇടുക. അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. തക്കാളി കുറച്ചാണ് ഇടുന്നതെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച മുട്ട അതിലേക്ക് ഇടുക. മസാലക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മുട്ട മസാല റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ഇനി ചോറിൻ്റെ പണി നോക്കാം. ആദ്യം തന്നെ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ സവാള അതിലേക്ക് അരിഞ്ഞിടുക. നന്നായി വഴറ്റി കൊടുക്കുക. മസാല ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്പം ഉപ്പിട്ട് കൊടുക്കുക. അടുത്തതായി അരി നന്നായി കഴുകുക. ടൈഗർ അരിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു ടേസ്റ്റിന് വേണ്ടി ഇഞ്ചി പച്ചമുളക് വെള്ളുള്ളി പേസ്റ്റാക്കിയത് ഇടുക. ഇതൊക്കെ ഇട്ട് കുക്കർ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുക. ഗൈസ്, പുറത്ത് നല്ല മഴയാണ് ഗൈസ്. ഞങ്ങളെ പൂച്ച കണ്ടോ ഗൈസ്? തണുപ്പത്ത് നല്ല ഉറക്കമാണ്. വിസിലടിഞ്ഞു ഗൈസ്. ഇനി ഇതിലേക്ക് ബിരിയാണിൻ്റെ കളറും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇവിടെ ബിരിയാണി റെഡിയായി. സിമ്പിളായിട്ടുള്ള കാസർഗോഡ് മുട്ട ബിരിയാണി റെഡിയായി ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്.